അപ്പൊ ഈ ഭൂമിയിലുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമോ വേർപിരിയലോ അല്ല, മറിച്ച് സ്വർഗത്തിലെ കാര്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കണമെന്ന് ഇവിടെ പൗലോസ് ആഹ്വാനം ചെയ്യുക. മനുഷ്യൻ സദാസമയം ചിന്തിക്കുന്നത് തന്റെ കുടുംബത്തിന് വേണ്ടി, തന്റെ തലമുറയ്ക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ അവൻ ഇത് നശിച്ചു പോകുന്നതാണെന്നും ക്ഷണികമാണെന്നതും ഇത് തുരുമ്പിക്കുന്നതാണെന്നും ഇത് ഒരിക്കലും നിലനിൽക്കുന്നതല്ലെന്നുള്ള സത്യം ഓർമ്മിപ്പിച്ചിരിക്കെ പൗലോസ് പറയുന്നു, നിങ്ങൾ സ്വർഗത്തിലുള്ളത് ചിന്തിപ്പീൻ, ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ, ഉയരത്തിലുള്ള ആത്മീയ ഫലങ്ങളെ കുറിച്ച് ചിന്തിപ്പീൻ. സൗമ്യവും നിർമ്മലവും നിഷ്കളങ്കവും നീതിയും വിശുദ്ധിയും സത്യസന്ധതയുമായ ആ മഹത്വമേറിയ സ്വർഗീയ ഫലങ്ങളെ, ദിവ്യ മൂല്യങ്ങളെ കുറിച്ച് ചിന്തിപ്പീൻ, അധ്വാനിക്കുമേ, മനസ്സൊരുക്കുമേ. കൊലോസ്യ ലേഖനം 3:3 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം വിശ്വാസിയുടെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ഒരു മറഞ്ഞിരിക്കുന്ന ഒരു അനുഭവമാണ്. ആരിൽ മറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം പറഞ്ഞാട്ട് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക, ക്രിസ്തുവിനോടുകൂടെ. അപ്പൊ ക്രിസ്തു ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിലേക്ക് മറയുക, സ്വർഗീയ ശക്തിക്കകത്തേക്ക് പ്രവേശിക്കുകയാണ്.